ഈ മരം ഇപ്പൊ വീഴുന്ന മട്ടിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ എത്രയായി? വീഴൂന്ന് എല്ലാവർക്കും അറിയായിരുന്നു. അതെ, എത്ര വട്ടം ആരോടൊക്കെ പറഞ്ഞതാ. ചില്ല വെട്ടി ഒതുക്കാൻ പോലും ആരും വന്നില്ല. നമ്മുടെ സംസ്ഥാനത്ത് എല്ലാറ്റിനും ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. പക്ഷേ പ്രശ്നം ഡിപ്പാർട്ട്മെന്റിന്റെയോ സിസ്റ്റത്തിന്റെയോ അല്ല, ചിലരുടെ അനാസ്ഥ. അതാ പ്രശ്നം. ഇതുപോലെ എത്ര സ്ഥലത്ത് അപകടകരമായ രീതിയിൽ എത്രയെത്ര മരങ്ങളും മറ്റും ഉണ്ടാവും. നാളെ ഒരു അപകടം ഉണ്ടായാൽ നമ്മൾ അന്നും ചർച്ച ചെയ്യും, പിന്നെ മറക്കും. നമ്മൾ ഹെൽമെറ്റ് ഇട്ടില്ലെങ്കിൽ ഫൈന്, സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ ഫൈന്, എല്ലാറ്റിനും ഫൈൻ. പക്ഷേ ഇങ്ങനെ ജനങ്ങളുടെ ജീവൻ അപകടത്തിലാക്കുന്ന അനാസ്ഥ കാണിക്കുന്നവർക്ക് ഫൈനൊന്നുമില്ലേ? ഉണ്ടാവണം, തീർച്ചയായിട്ടും ഉണ്ടാവണം. ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുമ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് ഫൈൻ ഈടാക്കണം, ചോദിക്കണം. അവർക്ക് ഉത്തരവാദിത്തം വേണം, അവർക്കും ശിക്ഷ വേണം. എന്തൊരു കഷ്ടമായത്. ഒരപകടം ഉണ്ടായ അല്ലെങ്കിൽ ഒരു ജീവൻ പോയാ പിന്നെ ഫയലുകൾ നീങ്ങാൻ തുടങ്ങും. പക്ഷെ അത് നേരത്തെ ആയിരുന്നെങ്കിൽ. ശരിയാണ്, കാലങ്ങളായി നമ്മൾ കണ്ടുവരുന്ന പ്രവണതയാണിത്. ഒരു അപകടം ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളും മറ്റും തകൃതിയായി നടക്കും. ഏറി വന്നാൽ 1 മാസം എല്ലാം വീണ്ടും പഴയപടിയാകും. തുടർച്ചയായ പരിശോധനകൾ ഇല്ലാത്തത് തന്നെയാണ് ഇതിന് കാരണം. അതുകൊണ്ടാണ് ഒരേ തരത്തിലുള്ള അപകടങ്ങൾ ആവർത്തിക്കുന്നത്. ഓരോ ഡിപ്പാർട്ട്മെന്റിനും സ്റ്റേറ്റ് കൽപ്പിച്ചു കൊടുത്ത ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് നിറവേറ്റേണ്ടത് ബന്ധപ്പെട്ട വകുപ്പുകളിലെ മേലധികാരികളും ഉദ്യോഗസ്ഥരും തന്നെയാണ്. ആരും കടമകൾ മറക്കരുത്. Let us change.